നമ്മൾ ഒ പിയിലെ കാണുന്നൊരു കാര്യമാണ്, ചില ആളുകൾക്ക് നമ്മൾ എന്തൊക്കെ മരുന്ന് കൊടുത്തു കഴിഞ്ഞാലും അസുഖം കൺട്രോൾ ആകില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം എസ്പെഷ്യലി മെയിൽസിലൊക്കെയാണ്, കേരളത്തിൽ സ്ത്രീകളിത് കൂടുതലായിട്ട് കണ്ടുവരുന്നില്ല. പുരുഷന്മാരിൽ പുകവലിക്കുന്ന ആളുകൾക്ക് നമ്മൾ മരുന്ന് കൊടുത്താൽ കൺട്രോൾ ആകില്ല. കാരണം പുകവലിക്കുന്നത് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിന് വളരെ വളരെ ഹാനികരമാണ്. പുകവലിക്കുമ്പോൾ നമ്മുടെ ശ്വാസകോശത്തിലും വായിലുമൊക്കെ ഉണ്ടാകുന്ന ചേഞ്ചസ്, അവിടുത്തെ കോശങ്ങൾ ഡിസ്ട്രോയ് ചെയ്യപ്പെടും. ആ കോശങ്ങൾ ഡിസ്ട്രോയ് ആകുന്നത് കൊണ്ട്, നശിക്കപ്പെടുന്നതുകൊണ്ട് പുറത്തുനിന്ന് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ വീണ്ടും അത് സ്റ്റിമുലേറ്റ് ചെയ്യുകയും റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് കൂടാനുള്ള കാര്യമായി തീരുകയും ചെയ്യും. അതുകൊണ്ട് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഉണ്ടെങ്കിൽ ആക്റ്റീവ് ഓർ പാസീവ്, അതായത് പുകവലിക്കരുത്, പുകവലിക്കുന്നതിൻ്റെ അടുത്ത് പോവുക കൂടി ചെയ്യരുത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അസുഖത്തിൻ്റെ തീവ്രത കൂടാനുള്ള സാധ്യതയുണ്ട്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, പുക വലിച്ചു കഴിഞ്ഞാൽ വേറെ പ്രശ്നം നമുക്കറിയാം. റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് നേരത്തെ നമ്മൾ പറഞ്ഞതാണ്, SLലേക്ക് ഹാർട്ട് അറ്റാക്കിൻ്റെ റിസ്ക് കൂടുതലാണ്. ഹാർട്ട് അറ്റാക്കിൻ്റെ റിസ്ക് കൂടുതലായതുകൊണ്ട് പുക വലിക്കുമ്പോൾ എന്ത് പറ്റും? ഈ അസുഖത്തിൻ്റെ കൂടേണ്ട ഹാർട്ട് അറ്റാക്കിൻ്റെ റിസ്ക് വീണ്ടും കൂടുകയാണ്. സാധാരണ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസിന് 2 മുതൽ 3 ഇരട്ടി വരെയൊക്കെയാണ് ഹാർട്ട് അറ്റാക്കിൻ്റെ റിസ്ക് സാധാരണ ആളുകളെക്കാൾ. പക്ഷേ പുകവലി വലിക്കുമ്പോൾ അത് 5-6 ഇരട്ടിയാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരിക്കലും പുകവലിക്കുന്നത് കഴിയുന്നതും ഒഴിവാക്കുക. എന്തുകൊണ്ടാണ്? ഒന്ന്, അസുഖം കൂടും. പിന്നെ കൊടുക്കുന്ന മരുന്നുകൾ വർക്ക് ചെയ്യില്ല, HCQ പോലുള്ള മരുന്നുകൾ വർക്ക് ചെയ്യില്ല. മൂന്നാമത്തത്, ഹാർട്ട് അറ്റാക്കിൻ്റെ റിസ്ക് കൂടും. നാലാമത്തത്, ക്യാൻസറിൻ്റെ റിസ്ക്കും കൂടും. പിന്നെ പുകവലിയുടെ വേറൊരു പ്രശ്നം എന്ന് പറയുന്നത്, പുകവലിക്കുന്നവർക്ക് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ആളുകൾ ഉള്ളവർക്ക്, അല്ലെങ്കിൽ SLE ഉള്ളവർക്ക്, ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഉള്ളവരുടെ ഇത് നിങ്ങൾ എന്ത് വില കൊടുത്തും അവോയ്ഡ് ചെയ്യണമെന്ന് പറയുകയാണെങ്കിൽ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സ്മോക്കിംഗ് ആണ്. അത് ആക്റ്റീവായിട്ടോ പാസീവായിട്ടോ സ്മോക്ക് ചെയ്ത്. അപ്പോൾ നമ്മൾ പലപ്പോഴും പറയും, വൈഫിന് റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഉണ്ടെങ്കിൽ വീട്ടിലിരുന്ന് ഹസ്ബൻഡ് സ്മോക്ക് ചെയ്യാതിരിക്കുക. ഒരിക്കലും ചെയ്യുക. സ്മോക്കിംഗ് ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. സ്മോക്ക് ചെയ്യുകയാണെങ്കിൽ വീട്ടിൽ നിന്ന് ചെയ്യാതിരിക്കുക. പക്ഷേ കഴിയുന്നതും സ്മോക്കിംഗ് ഒഴിവാക്കണം ഹസ്ബൻഡ്സും. കാരണം വൈഫിന് അസുഖം ഉണ്ടെങ്കിൽ വൈഫിൻ്റെ അടുത്തിരുന്ന് സ്മോക്ക് ചെയ്താൽ പാസീവായിട്ട് വൈഫിനും കുറച്ച് അതിലുള്ള വിഷാംശങ്ങൾ വൈഫിൻ്റെ ലങ്സിൽ പോയി അവരുടെ അസുഖം കൂടാനുള്ള സാധ്യതയും ഉണ്ട്.